വീണ ജോർജ് ഇന്ന് നിയമസഭയിൽ നൽകിയ വസ്തുതാപരമായ മറുപടികൾ ആശാവർക്കർമാരുടെ കാര്യത്തിൽ SUC വാദങ്ങളെ ഉയർത്തി യൂത്ത് കോൺഗ്രസും ഒക്കെ ഉയർത്തുന്ന കപടവാദങ്ങളെ പൊളിച്ചെടുക്കുന്നതായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞത്. ഓരോ മേഖലകളെ സംബന്ധിച്ചും അവർ അക്കമിട്ട് നിയമസഭയിൽ നിരത്തി, അതും കണക്കുകളുടെ അടിസ്ഥാനത്തിൽ. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആശാവർക്കർമാർക്ക് ഓണറേറിയം നൽകുന്ന സംസ്ഥാനവും കേരളമാണെന്ന് അവർ തെളിവുകളുടെയും വസ്തുതകളുടെയും കണക്കുകളുടെയും ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ് സ്ഥിരീകരിച്ചത്, നിയമസഭയെ അറിയിച്ചത്. അത് രേഖാമൂലം തന്നെയാണ്. അവിടെ UDF ഉയർത്തിയ, കോൺഗ്രസ് ഉയർത്തിയ സിക്കിം വാദം സിക്കിമിലാണ്, അല്ല അവിടെയും കേരളം തന്നെയാണ് ഒന്നാമത് എന്നതും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. പിന്നീട് എല്ലാ ആരോപണങ്ങളുടെയും ചേരുവ LDFനെതിരെ CPIMനെതിരെ പ്രത്യേകിച്ച് വരുന്നത് ഇത്തരത്തിൽ വ്യക്തിപരമായ ചില അനൗദ്യോഗിക വിവരങ്ങൾ ആഡ് ചെയ്തുകൊണ്ടുള്ള ചില പുകമറകളാണ്. അതെല്ലാ കാലങ്ങളിലും അതെ. ഇവിടെയും അങ്ങനെ ഒരു ശ്രമവും നടത്തി. എന്താണ്, മന്ത്രി വീണ ജോർജിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ മന്ത്രി വീണ ജോർജ് ചർച്ചയ്ക്ക് അനുവദിച്ചില്ല. മന്ത്രി വീണ ജോർജിൻ്റെ ഭർത്താവ് ഇറങ്ങി വന്ന് അവരോട് പിന്നീട് ഇവിടെ ചർച്ചയില്ല പോകാൻ പറഞ്ഞു. ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങൾ. അതേ സംബന്ധിച്ച് വീണ ജോർജ് നേരത്തെയും പറഞ്ഞിരുന്നതാണ്. അതിൻ്റെ കേസ്, അതിൽ ഉള്ള തെറ്റായ ആരോപണം നൽകിയതിലുള്ള കേസ് നൽകുന്ന അടക്കമുള്ള നടപടികളെ വിശദീകരണമാണ് ഇന്ന് നിയമസഭയിൽ പറഞ്ഞത്. കാരണം യഥാർത്ഥത്തിൽ അവരുടെ ഭർത്താവ് ഈ ഔദ്യോഗിക വസതിയിൽ താമസിക്കുന്നില്ല, അദ്ദേഹം പത്തനംതിട്ടയിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹം ഇവരോട് അത്തരത്തിൽ പറയാനുള്ള ഒരു സാഹചര്യവുമില്ല, അത് കള്ളത്തരമാണ്, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് അങ്ങനെ വസ്തുതാവിരുദ്ധമായ ആരോപണം ഉന്നയിച്ച് അവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്, നിയമ നടപടിയുമായി മുമ്പോട്ട് പോകുന്നുണ്ട്. ആ വിവരം കൂടി നിയമസഭയിൽ മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഈ വിഷയത്തിൽ ഇടത് നിരീക്ഷകൻ കൂടിയായ ശ്രീ റജി ലൂക്കോസ് ചേരുകയാണ്. റജി ലൂക്കോസ്, എന്താണ് ആശാമാരുടെ കാര്യത്തിലുള്ള വസ്തുത? എന്താണ് ഈ ഒറ്റപ്പെട്ട സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിൻ്റെ യാഥാർത്ഥ്യം? എന്താണ് UDFും കോൺഗ്രസും ഉന്നയിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ? എന്തൊക്കെയാണ് ഇന്ന് നിയമസഭയിൽ വീണ ജോർജ് വിശദീകരിച്ചത് വഴി കേരളത്തിന് ബോധ്യമാകുന്നത്? റജി ലൂക്കോസ്. അജിംഷാദെ, ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് ഈ സമര നാടകം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അരങ്ങേറിയ ഉടൻ തന്നെ അവരെ വിളിച്ച് വസ്തുതകളെല്ലാം അവരോട് സംസാരിച്ചതാണ്. അവരോട് പറഞ്ഞ 2-3 കാര്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധയിൽ. ഒന്നെന്താ അവർ പറഞ്ഞത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നത് കേരളമാണ്. UDFന്റെ കാലത്ത് 1000 ആയിരുന്നു, പിന്നെ 1800 ആക്കി. അതിനുശേഷം ഈ സർക്കാർ 2016 അധികാരത്തിൽ മുതൽ ഇപ്പോൾ 7000 രൂപ അവർക്ക് ഓണറേറിയം കേരള സർക്കാർ നൽകുന്നുണ്ട്. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും അത്ര എമൗണ്ട് നൽകുന്നില്ല. UP അത് 1500 രൂപയാണ്, ഗുജറാത്തിൽ അതിൽ 3100 രൂപയേ ഉള്ളൂ. അതുപോലെ തന്നെ മധ്യപ്രദേശിൽ 2200 രൂപയേ ഉള്ളൂ. കേരളമാണ് സിക്കിമിൽ നിന്നുള്ള പച്ചക്കള്ള. ഞാൻ ഈ ചർച്ചയിൽ വേറൊരു ചാനലിൽ പങ്കെടുത്തു. അന്ന് കോൺഗ്രസിന്റെ ഒരു നേതാവ് സിക്കിമിലാണ് ഏറ്റവും കൂടുതൽ പണം നൽകുന്നത് പറഞ്ഞ് പച്ച നോടെ ഞാൻ ആ വെബ്സൈറ്റ് തുറന്ന് കാണിച്ചു. സിക്കിമിലല്ല, അത് കേരളത്തിലാണ്. തന്റെ അങ്ങനെയാണെന്നുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഇന്ത്യയിൽ ഇവരുടെ ഓണറേറിയം കൂട്ടണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ പലതവണ സമരം നടത്തിയ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്, ഇടതുപക്ഷ യൂണിയനുകളാണ്, പ്രവർത്തകരാണ്. ഇന്ത്യയിൽ ബഹുമാനപ്പെട്ട പാർലമെന്റിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ജോൺ ബ്രിട്ടാസും അതുപോലെ തന്നെ രാധാകൃഷ്ണൻ ഈ വിഷയങ്ങൾ ഉയർത്തി ചോദ്യത്തിലൂടെ. അതൊന്നും ഇവർ അറിയുന്നില്ല. അപ്പൊ അതൊരു പച്ചക്കള്ളം. അവർ അന്ന് പക്ഷേ കർണാടകയിൽ 5000 രൂപ ഉള്ളുവെങ്കിലും 10000 രൂപ കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ വാദം. അല്ല, അതുകൊണ്ട് കാര്യമില്ലല്ലോ, അത് നിലവിലുള്ള കാര്യമല്ലേ നമ്മൾ പറയണത്. കേരളം ഒരു മാതൃകയാണെന്നുള്ള അവർ അംഗീകരിച്ചുകൊണ്ടായിരിക്കുമല്ലോ അവരങ്ങനെ തീരുമാനമെടുത്തത്. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അത് കൂടാണ്ട് തന്നെ അവരോട് പറഞ്ഞത് കേന്ദ്ര സർക്കാർ കേരളത്തിന് മാത്രം അവകാശപ്പെട്ട, അതായത് 28 സംസ്ഥാനങ്ങളിലൂടെ 10,10,000-ത്തോളം തൊഴിലാളികളാലും, അവർ തൊഴിലാളികളല്ല, അവർ സന്നദ്ധ സേവകരായിട്ടാണ് കേന്ദ്ര സർക്കാർ കണക്കാക്കിയിരിക്കുന്നത്. അവരുടെ ഈ ഓൾ ടുഗദർ അവര് ഈ പറയുന്ന ആശാ വർക്കേഴ്സ് ഉണ്ട്. കേരളത്തിൽ അത് 22,200 കേരളത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ആശാ വർക്കർമാര്. അപ്പൊ കേരളം പോലൊരു സംസ്ഥാനം ഇത്രയധികം താല്പര്യത്തോടെ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാരുകൾക്ക് നൽകാനുള്ള ഈ പാവങ്ങളുടെ പണം പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇന്നിപ്പോ നിരുത്തരവാദപരമായിട്ട് ഒരു BJP കോൺഗ്രസ് അജണ്ടയാണ് വാസ്തവത്തിൽ സമരത്തിന് പിന്നിൽ നിന്നുള്ളത് തെളിഞ്ഞു. എന്താ ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചത്? എന്താ അവർക്ക് കേന്ദ്ര സർക്കാർ കേവലം 98 കോടി രൂപ കൊടുക്കാനുള്ളതും എത്ര തവണ? അപ്പൊ ഇവർ ആർക്ക് വേണ്ടി ശബ്ദിക്കുന്നത്? BJPയുടെ കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ടോ അതോ ഈ ആശാ വർക്കർമാർക്ക് വേണ്ടിയിട്ടോ? അതാണ് കേരളം ചോദിക്കുന്നത്. പിന്നെ പറഞ്ഞൊരു പച്ച നുണ. അതായത് ഈ വീണ ജോർജ് മന്ത്രിയായ കാലം മുതലേ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷം ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉയർത്തിയ
ഈ ആശാവർക്കർമാരെ കൊണ്ട് പറയിപ്പിച്ച ഒരു പച്ചക്കള്ളം. അവര് ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭർത്താവ് ഇറക്കി വിട്ടതാ പറഞ്ഞത്. ആ മനുഷ്യൻ ആ വീട്ടിൽ താമസിക്കുന്നില്ല. അദ്ദേഹം ഒരു ബിസിനസ്സുകാരാ, ചെറിയൊരു ബിസിനസ്സുകാരാ. അദ്ദേഹം പത്തനംതിട്ട അവരുടെ വീട്ടിൽ താമസിക്കുന്നത്. മന്ത്രിമന്ദിരത്തിൽ അദ്ദേഹം താമസിക്കാറ് പോലുമില്ല. എന്തെല്ലാം നുണകളാണ് വ്യക്തിഗത നടത്താനായിട്ടും ഈ നാടകം കളിക്കുന്നത്. ഇതൊരു കോൺഗ്രസ് BJP സഖ്യകക്ഷികള് SUCയെ പോലൊരു അരാജകത്വവാദ സംഘടനയുമായിട്ട് കേരളത്തിൽ ഇപ്പോൾ കേരള സർക്കാരിന് ഈ ആശാവർക്കർമാരുടെ പേരിൽ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് ഇവിടെ പാടെ തകർന്നു പോയിരിക്കുന്നത്. ഇവിടെ കുറച്ച് ആശാവർക്കർ മാത്രമേ ഇതിനകത്ത് സമരമുള്ളൂ. ബാക്കിയൊക്കെ SUCയുടെ പ്രവർത്തകർ. അതിന്റെ സംസ്ഥാനത്തെ നേതാവ് ഒരു സ്ത്രീ അവിടെ പന്തലിരിപ്പുണ്ട്. നമ്മൾ വേറൊരു കാര്യം കൂടെ ആലോചിക്കണം. അതായത് ഈ ആശാവർക്കർമാരെന്ന് പറയുന്ന ഇവരോട് കേരളത്തിലെ പൊതുസമൂഹത്തിന് വലിയൊരു സിമ്പതിയുണ്ട്. അവരോട് പ്രത്യേക താല്പര്യമുണ്ട്. കാരണം ഓരോ വീടുകളിലും അവരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാണ്. എല്ലാ രോഗികളായാലും ഗർഭിണികളായാലും ഒക്കെ അവരോടുള്ള താല്പര്യം പോലും കേരള സമൂഹം വെറുക്കുന്ന രീതിയിലാണ് ഇവര് ഈ രീതിയിൽ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇവിടെ CITയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ബഹുഭൂരിപക്ഷ ആശാവർക്കർമാരും ഇവരെ കാണിക്കുന്ന പച്ച നുണകൾ ഞങ്ങൾക്ക് സത്യാവസ്ഥ അറിയാന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന് തെരുവിലിറങ്ങിയത്. എന്തുകൊണ്ട് ഇവരത് കാണുന്നില്ല? അപ്പോൾ ഇതിന്റെ പിന്നിൽ എന്താ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എത്ര ലജ്ജാകരമായിട്ടാണ് 2 തവണ സുരേഷ് ഗോപി ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ഇവരുടെ സമരപന്തൽ സന്ദർശിച്ചത്. കൊടയും ചൂടിക്കൊണ്ട് അല്ലാതെ കൊണ്ടൊക്കെ അദ്ദേഹത്തിന് വാസ്തവമാണ് അദ്ദേഹത്തിന് അല്ലായിരുന്നു അദ്ദേഹത്തിനോട് ഇവർ ചോദിക്കണ്ടേ, എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഞങ്ങളുടെ ഇൻസെന്റീവ് റിലീസ് ചെയ്യുന്നില്ല, അത് കേരളത്തിൽ മാത്രമേ തരാറുള്ളൂ എന്നിവർ ചോദിച്ചില്ല. അതേ എന്ത് ഉളുപ്പില്ലാതെ കൊണ്ടാണ് അവിടെ ചെന്നത്. അപ്പൊ അതിന് മനസ്സിലായില്ല BJPയും കോൺഗ്രസും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടാണ് ഇതിന്റെ പിന്നീട് പകൽ പോലെ വ്യക്തമായിരിക്കുന്നു. അല്ലെങ്കിൽ കേന്ദ്ര അത് പാലക്കാട് ഡീലിലൂടെ LDF ആരോപിച്ചതാണ്. അവിടെ നിന്നുള്ള അംഗമാണ് ഇത് പറഞ്ഞത്. അതിനെയാണോ താങ്കൾ കണക്ട് ചെയ്യുന്നത്? അല്ല, അത് മാത്രമല്ല നമ്മുടെയൊക്കെ മുമ്പിൽ അജിംഷാദെ വസ്തുതകൾ ചാനലിലൂടെ നമ്മളെല്ലാവരും കണ്ടതല്ലേ. ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എന്തിന്റെ ഉറപ്പിൽ അവിടെ ചെന്നേ? വേറെ ഏതെങ്കിലും ഒരു സംഘടന ആയിരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പണം എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ തരുന്നില്ല എന്ന് ചോദിക്കല്ലേ? അപ്പൊ അങ്ങനെ ചോദിക്കത്തില്ല എന്നുള്ളൊരു ഉറപ്പ് അദ്ദേഹത്തിനുണ്ട്. കാരണം എന്തുകൊണ്ടാ? അദ്ദേഹത്തിന്റെ പാർട്ടിയും കോൺഗ്രസും കൂടി സംയുക്തമായിട്ടാണ് ഈ സമരനാടകം അരങ്ങേറിയിരിക്കുന്നത്. അല്ലെങ്കിൽ 2 തവണ സുരേഷ് ഗോപിയോട് ചെല്ലുവോ? കേരളത്തിലെ ജനങ്ങൾ സാമാന്യ ബുദ്ധി ഇല്ലാത്തവരെന്നാണ് ഇവരുടെ ധാരണ ഇരിക്കുന്നത്. ഇവർ എത്രയും പേര് സമരം അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം തെരുവിലിറങ്ങേണ്ടി വരും ഇവർക്കെതിരെ. ഇവർ സമരം ചെയ്യേണ്ടത് ഡൽഹിയിലല്ല, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനത്തിന് മുമ്പിലല്ലേ ഇവർ സമരം ചെയ്യേണ്ടത്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തിനോടുള്ള ഈ ആശാ വർക്കേഴ്സിനോടുള്ള ദ്രോഹത്തിന് മറപിടിക്കാൻ കോൺഗ്രസ് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പരിതാപകരമായ അവസ്ഥ. ഇവർക്ക് മറ്റെന്തെങ്കിലും സമര കാരണങ്ങളുണ്ടോ? കേരളത്തിൽ ഒരു സമര കാരണവും ഇല്ല. കേരളത്തിൽ ഇതിനകത്ത് മന്ത്രി പറഞ്ഞ ഒരു വസ്തുത ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് കോൺഗ്രസിന്റെ കള്ളി പൊളിഞ്ഞു വീഴുന്ന സംഭവം. കാരണം 1800 രൂപ മാത്രമായിരുന്നു കോൺഗ്രസ് കാലത്ത് കൂട്ടിയതുപോലെ കൂട്ടിയിരുന്നെങ്കിൽ, അത് തന്നെ 500 രൂപ ഉള്ളപ്പോൾ വലിയ സമരം ചെയ്താണ് 100 രൂപ കൂട്ടിയത്. അത് തന്നെ 20 മാസം പെൻഡിങ് ഇട്ടിട്ടാണ് കൊടുത്തത് UDF കാലത്ത്. പിന്നീട് 2016 LDF സർക്കാർ വന്നതിന് ശേഷമാണ് അത് കൃത്യമായി കൊടുക്കുന്നതിലേക്കും കൂട്ടുന്നതിലേക്കും ഒക്കെ പോയത്. ഇനി UDF കാലത്ത് VS ശിവകുമാർ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയതുപോലെയുള്ള ഒരു കൂട്ടലാണ് UDF സർക്കാർ കാലത്ത് കൂട്ടിയതുപോലെയാണ് കൂട്ടിയിരുന്നെങ്കിൽ 1800 രൂപ മാത്രമേ ഇന്ന് അവർക്ക് കൊടുക്കാനാകൂ. പക്ഷെ അതല്ല LDF സർക്കാർ ചെയ്തത്. അതൊരു വളരെ വസ്തുതാപരമായ കാര്യമാണ്. കോൺഗ്രസിന്റെ കള്ളി പൊളിയുന്നതാണ്. അതാണ് സത്യം. നമുക്ക് ആ സൈറ്റിൽ കയറിയാൽ പകൽ പോലെ അറിയാൻ പറ്റും. അത് 1000 രൂപയാണ് ഇവർ അവസാന നിമിഷം കൂട്ടിക്കൊടുത്തത്. 1000 രൂപ. അത് മാക്സിമം ഇപ്പോ അങ്ങനത്തെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൂട്ടുമായിരുന്നു 1800 രൂപ ആകത്തുള്ളൂ. തന്നെ പോലെ ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 5 നയാ പൈസ കൊടുക്കാൻ കയ്യിലില്ലാന്ന് ഇവരുടെ പ്രതിനിധികളോട് പറഞ്ഞതാ. 5 പൈസ കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലില്ലെന്ന്. അന്ന് ഇവർക്കൊന്നും ഒരു സമരമില്ലായിരുന്നു. അന്നും ഇതിനകത്തെ മഹാഭൂരിപക്ഷം ആശാവർക്കർമാര് ഏത് ട്രേഡ് യൂണിയന്റെ കീഴില? CITയുടെ കീഴില. അന്നും CITU ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടത്തിയതാ. അതെന്താ ഇവര് മറന്നു പോകാത്ത? അപ്പൊ ഇവര് സമരം ചെയ്യേണ്ട ആരോടൊപ്പാ? ഇവിടുത്തെ ഇടതുപക്ഷ ട്രേഡ് യൂണിയനോടൊപ്പം ഡൽഹിയിലാണ് സമരം ചെയ്യേണ്ടത്, അല്ലാതെ കേരളത്തിലുള്ള. കാരണം അതുപോലെ ഈ ശ്രീ റജി ലൂക്കോസ്, നമ്മൾ ഈ ചർച്ചയുടെ ഭാഗമായി തന്നെ അത് പരിശോധിക്കപ്പെട്ടതാണ്. ഈ SUCI യഥാർത്ഥത്തിൽ ഈ ശിവദാസ് ഘോഷ് എന്ന് പറയുന്ന ഒരാളാണ് SUCIയുടെ സ്ഥാപകൻ. അതായത് വളരെ വൈകാരികമായി ഒരു മതസ്വഭാവമൊക്കെ ഉള്ള, ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയിലല്ല, ഒരു മതസ്വഭാവമൊക്കെ ഉള്ള രീതിയിലാണ് അവരുടെ പ്രവൃത്തികൾ.
അങ്ങനെ ആരോപിക്കാവുന്ന എല്ലാ ഘടകങ്ങളുമാണ് അവർക്കുള്ളത്. ഒരു ഘട്ടത്തിൽ ഞാൻ അവരുടെ ഒരു നേതാവിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ അവരുടെ നേതാവ് പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഇത്തരത്തിൽ ശിവദാസ് ഘോഷ് ഉണ്ടാക്കിയെടുത്ത ഒരു വിപ്ലവ സ്വഭാവം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മണ്ണിൽ ഈ രീതിയിൽ വളർന്നത് കാണാൻ സാക്ഷാൽ മാർസും ഫെഡറിക് എംഗൽസും ഇല്ലാതെ പോയല്ലോ എന്ന്. അതായത് തികച്ചും ഒരു കമ്മ്യൂണിസ്റ്റ് മൂല്യബോധത്തിൻ്റെ അടിസ്ഥാനമില്ലാത്ത വൈകാരികതയാണ് അവരെ ഭരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു അരാജക പ്രസ്ഥാനത്തിൻ്റെ വാദങ്ങൾ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് എടുക്കുക? അവിടെയാണ് വീണ ജോർജ് പറയുന്നത് കോൺഗ്രസ് അനുകൂലമായ INTUC എന്ന ട്രേഡ് യൂണിയൻ്റെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? ആ വിഷയത്തിൽ ആ നിലപാട് പിന്തുടരുന്ന മോദി സർക്കാരിൻ്റെ വിരുദ്ധത എന്തേ കോൺഗ്രസ്സിന്, രാഹുൽ മാങ്കൂട്ടത്തിന്, VD സതീശന് ചോർന്നു പോയി? അതിൽ രാഷ്ട്രീയമുണ്ട്, അത് പൊളിറ്റിക്സ് ആണ്, അത് കൃത്യമായ പൊളിറ്റിക്സ് ആണ്. അതിനകത്ത് ഏറ്റവും കൗതുകമായ വസ്തുത ഈ സിദ്ധാർത്ഥ ഘോഷ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു അരാജകത്വവാദിയായിരുന്നു. അങ്ങനെയുള്ള സിദ്ധാന്ത പ്രകാരം പൈസ പിരിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. ഒരു മതവികാരങ്ങൾ ഇടക്കി വിടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ പശ്ചിമ ബംഗാളിൽ കാഴ്ചവെച്ചത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഒന്നുകൂടെ ആലോചിച്ച് നോക്കി. കേരളത്തിൽ CIT-ന്റെ ഒരു നേതാവ് ആരോപിച്ചു. അതാണ് നമുക്ക് തിരിച്ചെത്താം. ശ്രീ റജി ലൂക്കോസ് തിരിച്ചെത്താം.